MLA സ്ഥാനം രാജിവെച്ച PV അൻവർ രാവിലെ 9:30 സ്പീക്കർ AN ഷംസീറിനെ കണ്ട അൻവർ രാജിക്കത്ത് കൈമാറുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്നും UDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് പിണറായി സത്തിനെതിരായ അവസാനത്തെ ആണിയാകണം. VD സതീശനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത് P ശശിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും ഇതിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും അൻവർ രാജിക്കത്ത് കൈമാറിയ ശേഷം തിരുവനന്തപുരത്ത് പറഞ്ഞു. തിങ്കളാഴ്ച 9:30 തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിലെത്തിയ PV അൻവർ സ്പീക്കർ AN ഷംസീറിന് രാജിക്കത്ത് കൈമാറുകയായിരുന്നു. കാറിലെ MLA ബോർഡ് മറച്ചുവെച്ചാണ് അൻവർ നിയമസഭയിലെത്തിയത്. തുടർന്ന് അദ്ദേഹം രാജിക്കാര്യം സ്ഥിരീകരിച്ചു. മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് രാജി. കൊൽക്കത്തയിലെത്തി മമതയുമായി വീഡിയോ കോൺഫറൻസ് വഴി സംസാരിച്ചു. കേരളം നേരിടുന്ന പ്രധാന പ്രശ്നം വന്യജീവി ആക്രമണങ്ങളാണ്. ഇതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് മമതാ ബാനർജിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പാർട്ടിയുമായി സഹകരിച്ചു പോയാൽ ദേശീയ തലത്തിൽ പ്രശ്നം ഉന്നയിക്കാമെന്നും മമത ഉറപ്പു നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാനില്ല. UDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകും. ഉപതെരഞ്ഞെടുപ്പ് പിണറായി സത്തിനെതിരായ അവസാനത്തെ ആണിയാകണം. നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നത് ക്രൈസ്തവ വിഭാഗമാണെന്നും VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. VD സതീശനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത് P ശശിയുടെ നിർദ്ദേശപ്രകാരമാണ്. പ്രതിപക്ഷ നേതാവിനുണ്ടായ മാനഹാനിക്ക് മാപ്പ് ചോദിക്കുന്നുവെന്നും അൻവർ രാജിക്കത്ത് കൈമാറിയ ശേഷം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.